അതെന്നാന്ന് വെച്ചാൽ അവിടുത്തെ ഒന്നും 500 രൂപ സാലറി അല്ല 600 രൂപ സാലറി, പിന്നെ 200 ഫുഡിനും, പിന്നെ റൂം എടുത്ത് തരുമെന്ന് പറഞ്ഞത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്നാ ഞാൻ അവിടെ ആ ജോലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, എവിടെ സെറ്റാകുന്നില്ല. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും സിനിമയിൽ കയറി പറ്റുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും നടക്കുമോ? നമ്മൾ മാക്സിമം പരിശ്രമിക്കണം. എന്താ വെച്ചാൽ ഞാനവിടെ ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ പോയി. അതൊരു ആഡിൻ്റെ കമ്പനി ആയിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ 600 രൂപ സാലറി ഡെയിലി, പിന്നെ ഒരു 200 രൂപ ഫുഡിനും, പിന്നെ റൂമിൻ്റെ പൈസ തരും. റൂമിന് 2 പേർക്കും കൂടെ 800 രൂപയാണ് റൂമിനായി. വേറൊരു ചെറുക്കനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിനെന്ന് പറഞ്ഞാൽ 200 തരുള്ളൂ. ഫുഡിന് ശരിക്കും പറഞ്ഞാൽ 3 നേരം കഴിക്കുന്നതിന് ചായ പോലും കുടിക്കില്ല. 3 നേരം കഴിക്കുന്നത് 300 രൂപയാവും. ഭയങ്കര റേറ്റ് അവിടെ. 3 ദോശ ഒരു ചായ കുടിക്കുന്നതിന് അവിടെ 72 രൂപയുടെ അടുത്താവും. ആ ഒരു കോഴിക്കോട് ആ ഏരിയയിൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ അടുത്ത് മാറിപ്പോയി നിന്ന് ഇത്രയും പൈസയ്ക്ക് ഇങ്ങനെ കിടന്ന് പണിയുന്ന. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ വണ്ടി, എനിക്കൊരു വണ്ടി തന്നായിരുന്നു അവരെ. ഒരു പഴയ വണ്ടി, ഒരു മാക്സിമോ, മറ്റേ മഹീന്ദ്രയുടെ. ബ്രേക്ക് ലൈറ്റും കത്തൂല, മറ്റേ ഇൻഡിക്കേറ്ററും വർക്കാവില്ല. അത് ചോദിച്ചപ്പോൾ പറയാം അത് നമ്മുടെ വാടകയ്ക്ക് എടുത്ത വണ്ടിയാണ്, അതിൽ പണിയെടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന്. അങ്ങനത്തെ വണ്ടിയും കൊണ്ടാണ് പോകുന്നത്. നേരെ വീട്ടിലായി. ഇനി വേറെ നല്ല എന്തെങ്കിലും ജോലി നോക്കണം. ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം മാറി ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി പൈസയൊക്കെ ആക്കിയിട്ട് നമുക്ക് എറണാകുളത്തോട്ട് പോയി അവിടെ സ്വിഗ്ഗി എങ്ങാനും അത്യാവശ്യം ഓടിയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട്, അതാണ് എൻ്റെ ഇപ്പോൾ പ്ലാൻ. വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഓഡീഷനൊക്കെ വരുമ്പോൾ അവിടെ എറണാകുളത്തൊക്കെ കൂടുതലുണ്ടാവുക, അവിടെ പോകണം. ഓക്കെ. അന്നേരം ഞാൻ ട്രെയിനിനാണ് വന്നത് കേട്ടോ. ആദ്യം ബസ്സിന് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ബസ്സിന് പോകണോ ട്രെയിനിന് പോകണോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ബസ്സിന് ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഈ ട്രെയിനിന് വന്നു. ഏതായാലും നന്നായി. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാടൊക്കെ അങ്ങോട്ട് വരുന്നിടത്തൊക്കെ റോഡ് ബ്ലോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ വെച്ചാൽ ഒരു ടാങ്കർ വീണിട്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാ എൻ്റെ വീട് കേട്ടോ. ഇതാ എൻ്റെ വീട്. ഇത് പഴയ വീടാണ്. ഇതിപ്പം എൻ്റെ പുതിയ വീട്. പുതിയെന്ന് പറഞ്ഞാൽ കുറേ കൊല്ലം മുമ്പുള്ള വീടാണ്. വീടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് അങ്ങോട്ട്. കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അന്നേരം വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഇന്നെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മഴയൊന്നും ഇവിടെ കാണുന്നില്ല. ഒന്ന് അലക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാ വെച്ചാൽ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മടി പിടിക്കും. പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ നോക്കി ഇങ്ങനെ കിടക്കേണ്ടി വരും. മൊബൈൽ നോക്കി എന്തായാലും ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോ വ്ളോഗും കാര്യങ്ങളും കുറേ പേരുടെ വ്ളോഗൊക്കെ ഞാൻ കാണുന്ന, അത് കണ്ട് ഇങ്ങനെ കിടക്കേണ്ടി വരും. ഞാൻ പോണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നത്. കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. അവിടെ കിടക്കട്ടെ, മടുത്തു. ഇതൊക്കെ അലക്കാനുള്ള തുണിയാണ്. ഞാൻ അവിടുന്ന് ബാഗിലൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ലേശം നേരം യൂട്യൂബ് കണ്ടുകൊണ്ട് കിടക്കാം. എന്നാന്ന് വെച്ചാൽ എന്താ മുണ്ടൊക്കെ നേരെ എടുത്ത് പണിയാവും. യൂട്യൂബ് കണ്ടുകൊണ്ട് കിടക്കാം. എന്താ അലക്കാനൊരു മടി പോലെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അലക്കാനൊക്കെ മടി? സമയത്ത് ഭ്രാന്ത് പിടിക്കും. അലക്കാന്ന് തോന്നുന്നില്ല. അതൊരു മൂഡ് വരണം അല്ലേ? യൂട്യൂബ് നെറ്റ് തീർന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ നെറ്റ് തീർന്നെന്ന് തോന്നുന്നു. നെറ്റില്ലേ? നെറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അത് എൻ്റെ തന്നെ വീഡിയോ ഉണ്ട്. ഈ ഫോണിൽ വീഡിയോ എടുക്കുന്ന ഫോണിൽ അങ്ങനെ ചെയ്യാമെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ KFC ഒന്നും അധികം കഴിച്ചിട്ടില്ലായിരുന്നേ. ഇങ്ങോട്ട് വരുമ്പം എന്താ പറയുക, KFC കാണുമെന്ന് തോന്നി. KFC അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് ഇറങ്ങി ഒരു KFC ഒക്കെ വാങ്ങി.
അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് KFC പോയിട്ട് ഒരു KFC ഒക്കെ വാങ്ങി. എന്താ KFCയുടെ അത് എന്താ വെച്ചാൽ 2 പീസിന് എത്രയാ 215 രൂപ എങ്ങാണ്ട്. പിന്നെ 10 രൂപ എങ്ങാണ്ട് അതിൻ്റെ ഈ കവർ ചെയ്യുന്ന പേപ്പറിനും അതിനും എല്ലാം ആയിട്ട് എടുത്തവർ. അല്ലാതെ നമ്മൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇങ്ങോട്ട് വരാനൊക്കെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഞാൻ ഇച്ചിരി യൂട്യൂബെല്ലാം കണ്ടുകൊണ്ടിരിക്കട്ടെ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടിപൊളി സൂപ്പർ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്ന ഓക്കെ. പിന്നെ പറഞ്ഞാൽ എനിക്ക് ചമ്മലായിട്ടൊന്നും കാര്യമില്ല. കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് നമുക്ക് കേരളത്തിന് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലേ. അപ്പം അറിയുന്ന ആളുടെ അടുത്തൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലാണ്. അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്താ പറയുക, കുറച്ച് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ വ്ളോഗും കുറേ കോമഡിയൊക്കെ ഉണ്ട്. എനിക്ക് ചിലപ്പം പോയി അലക്കും കേട്ടോ. സമയം ഇത് 5 മണി ആറായി. ചിലപ്പോൾ കുറച്ച് നേരം യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പോയി നടന്ന് അലക്കണം. എന്താണെന്ന് വെച്ചാൽ കുറേ ഇത് കണ്ടോ, കുറേ അലക്കാനുണ്ട്. ഇത് എല്ലാം അലക്കാനുണ്ട്. കുറേ ബാഗിനകത്തും ഇതൊക്കെ ഈ തുണിയെല്ലാം കൊണ്ട് അലക്കണം. എന്താ വെച്ചാൽ പിന്നെ തോരുവോ ഇല്ലയോന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ പിന്നായിട്ടെന്നൊക്കെ വിചാരിച്ച് വെച്ചോണ്ടിരിക്കുക. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേന് നല്ല മഴയായിരിക്കും, തോരാത്ത മഴയായിരിക്കും. ആ സമയത്ത് നമുക്ക് കൊണ്ട് അലക്കാൻ പറ്റില്ല. എന്തായാലും തോട്ടിക്കൊണ്ട് അലക്കേണ്ട വരും. തോട്ടിക്കൊണ്ട് അലക്കിയിട്ടുണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കും. പോകേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ ഇച്ചിരി എളുപ്പമായിരിക്കും. ഓക്കെ, എന്തായാലും ചെയ്യാം. ഓക്കെ, നാളെ പിന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.